എല്ലാവർക്കും ഫൈൻഡിങ് ഫാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ലോസ് ഓഫ് മോഷൻ എന്ന ഭാഗത്തുള്ള ബാങ്കിങ് ഓഫ് റോഡ്സ് എന്ന പോർഷനാണ്. റോഡ്സ് ഒരു വളവിൽ ചില സമയത്ത് നമ്മളൊക്കെ അറിയാം, വളവിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് സ്കിഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സമയങ്ങളിൽ റോഡ് സാധാരണ ലെവലിൽ നിന്ന് കുറച്ച് റേസ് ചെയ്തിട്ടുണ്ടാക്കി വെക്കും. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു ഡെറിവേഷനാണ് നമ്മൾ ഇത് നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, ഒരു കാറ് ഒരു വളവിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് വളവ് എന്ന് പറയുന്നത് ഒരു സർക്കുലർ പാത്തായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആവശ്യമായിട്ടുള്ള ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് അവിടെയുള്ള ഒരു ഫ്രിക്ഷൻ്റെ കോമ്പണൻറ്റും അതുപോലെ തന്നെ അവിടെയുള്ളൊരു നോർമൽ റിയാക്ഷൻ്റെ കോമ്പണൻറ്റും കൂടിയിട്ടായിരിക്കും. അതായത് ഒരു കാറിനെ നമ്മളിങ്ങനെ ഒരു പാത്തിൽ കൂടെ ഒരു കാറ് മൂവ് ചെയ്യുന്ന സമയത്ത് ഇതാണ് കാറെന്ന് വിചാരിച്ചു. ഈ കാറിന് ഈ ഒരു പാത്തിൽ ഈ കാറിനെ നിലനിർത്താൻ, സ്കിഡ് ചെയ്യാതെ നിലനിർത്താൻ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ആവശ്യമാണ് അല്ലേ. ഈ ഒരു മെമ്മറി എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അപ്പം ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില സമയങ്ങളിൽ ഈ വളവിൽ സ്കിഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റേസ്ഡ് പാത്ത് ഫോം ചെയ്യും. അപ്പം നമ്മൾ ഇങ്ങനെയാണ് ആ റേസ്ഡ് പാത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് വിചാരിക്കുക. അതായത് ഇതാണ് റോഡ്, ഇങ്ങനെയാണ് റോഡ് പോകുന്നതെങ്കിൽ ഇങ്ങനെ ഒരു റേസ്ഡ് പാത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെയാണ് കാർ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതാണ് കാറെന്ന് വിചാരിക്കുക. കാറിന് താഴോട്ട് ഒരു നമുക്കറിയാം MG എന്ന് പറഞ്ഞ കോമ്പണൻ്റ് ഉണ്ടാവും. അത് കാറിൻ്റെ വെയിറ്റാണ്. പിന്നെ ഈ ഒരു പോർഷനിലേക്ക് നോർമൽ റിയാക്ഷൻ ഉണ്ടാവും. ഇനി ഇതിൻ്റെ കോസ് കോമ്പണൻ്റ് മേലോട്ടുണ്ടാവും. ഇവിടെയാണ് തീറ്റ ഉണ്ടാവുക, ഇതും തീറ്റയാണ്. ഇത് N കോസ് തീറ്റയാണ്, ഇത് N സൈൻ തീറ്റയായിരിക്കും. നമുക്കറിയാം, ഈ ഒരു പോർഷനിലായിരിക്കും ഇതിൻ്റെ F, അതായത് ഈ ഹൊറിസോണ്ടൽ പോർഷൻ കൂടെ F ഉണ്ടാവും. ഇത് തീറ്റയായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്നത് ഈ N സൈൻ തീറ്റേൻ്റെ ഒപ്പം തന്നെ ഇവിടെ F കോസ് തീറ്റയും ഉണ്ടായിരിക്കും. ഇത് F എന്ന് ഉദ്ദേശിക്കുന്ന ഫ്രിക്ഷനാണ്. ഇനി ഈ Fൻ്റെ സൈൻ കോമ്പണൻ്റ് താഴോട്ട് F സൈൻ തീറ്റ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ രണ്ട് കോമ്പണൻ്റ് N സൈൻ തീറ്റയും F കോസ് തീറ്റയായിരിക്കും ഈ കാറിന് ആവശ്യമായിട്ടുള്ള നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് mv²/r ആണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് എഴുതുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ N സൈൻ തീറ്റ പ്ലസ് F കോസ് തീറ്റ = mv²/r എന്ന് നമുക്ക് എഴുതാം. അതാണ് നമ്മുടെ ഒരു ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം N കോസ് തീറ്റ എന്ന് പറയുന്നത് mg പ്ലസ് F സൈൻ തീറ്റയാണ്. അപ്പം N കോസ് തീറ്റ = mg പ്ലസ് F സൈൻ തീറ്റ. നമ്മൾ F എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നമ്മൾ μSn ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ, ഇത് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഈ സെക്കൻഡ് ഇക്വേഷനിൽ Fൻ്റെ സ്ഥാനത്ത് നമ്മൾ μSn എന്നുള്ള വാല്യൂ കൊടുക്കുക. അപ്പോൾ N കോസ് തീറ്റ = mg പ്ലസ് μSn സൈൻ തീറ്റ എന്ന് കിട്ടും. ഇനി നമുക്ക് ഈ Nൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ N × കോസ് തീറ്റ മൈനസ് μS സൈൻ തീറ്റ = mg എന്ന് കിട്ടും. N = mg കോസ് തീറ്റ മൈനസ് μS സൈൻ തീറ്റ എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ തേർഡ് ഇക്വേഷൻ. ഇനി ഈ തേർഡ് ഇക്വേഷൻ്റെ വാല്യൂ നമ്മൾ എവിടെ കൊടുക്കണം? തേർഡ് ഇക്വേഷൻ്റെ വാല്യൂ നമുക്കറിയാം, ഈ സെക്കൻഡ് ഇക്വേഷനിലല്ല, നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ കൊടുക്കണം. അപ്പോൾ Nൻ്റെ വാല്യൂ നമ്മൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ
നമുക്ക് എങ്ങനെ കിട്ടും? n sin തീറ്റ ഈ ഇക്വേഷനെ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? n sin തീറ്റ പ്ലസ് മ്യൂ എസ് എൻ കോസ് തീറ്റ ഈക്വൽ ടു mv²/r എന്നുള്ള ഇക്വേഷനിൽ നമ്മൾ ഈ തേർഡ് ഇക്വേഷൻ്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വാല്യൂ കൊടുക്കാം. അപ്പോൾ mg sin തീറ്റ ബൈ കോസ് തീറ്റ മൈനസ് മ്യൂ എസ് സൈൻ തീറ്റ പ്ലസ് മ്യൂ എസ് ഇൻറ്റു mg ഡിവൈഡഡ് ബൈ കോസ് തീറ്റ മൈനസ് മ്യൂ എസ് സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഈക്വൽ ടു mv²/r നോട്ട്. ഇനി ഈ ഇക്വേഷനിൽ എമ്മിനെയും ആറിനെയും നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് വേറെ പേജിലേക്ക് എഴുതാം. എന്താണ് നമുക്ക് നേരത്തെ കിട്ടിയത്? mg sin തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ മൈനസ് മ്യൂ എസ് സൈൻ തീറ്റ പ്ലസ് മ്യൂ എസ് എം ജി പ്ലസ് മ്യൂ എസ് എം ജി ഡിവൈഡഡ് ബൈ കോസ് തീറ്റ മൈനസ് മ്യൂ എസ് സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഈക്വൽ ടു mv²/r ആണ് ഇക്വേഷൻ. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് എമ്മിനെയും ആറിനെയും നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? mg sin തീറ്റ r mg sin തീറ്റ ഡിവൈഡഡ് ബൈ m ഇൻറ്റു കോസ് തീറ്റ മൈനസ് മ്യൂ എസ് സൈൻ തീറ്റ പ്ലസ് r മ്യൂ എസ് എം ജി കോസ് തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ മൈനസ് മ്യൂ എസ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു v² എന്ന് കിട്ടും. നമുക്ക് എമ്മും എമ്മും ഇവിടെ ക്യാൻസൽ ചെയ്യാം. ഇവിടെയും ഇതേപോലെ തന്നെ എമ്മും ഇവിടെ ഉണ്ടാവില്ല, എമ്മും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ആർ ജി ഡിവൈഡഡ് ബൈ കോസ് തീറ്റ മൈനസ് മ്യൂ എസ് സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് മ്യൂ എസ് കോസ് തീറ്റ എന്ന് കിട്ടും. v² എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സൈൻ തീറ്റ ഉണ്ട് അല്ലേ? ഇതിനെ നമുക്ക് എല്ലാ ടേംസിനെയും കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ഓൾ ടേംസ് ബൈ കോസ് തീറ്റ. അപ്പോൾ നമുക്ക് കിട്ടാം ആർ ജി സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ബൈ കോസ് തീറ്റ മൈനസ് മ്യൂ എസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ പ്ലസ് മ്യൂ എസ് കോസ് തീറ്റ ബൈ കോസ് തീറ്റ ഈക്വൽ ടു v² കിട്ടും. ഈ ഒരു ഇക്വേഷന് നമ്മളിനി എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ കിട്ടിയല്ലോ, നമ്മൾ നേരെ എഴുതി കഴിഞ്ഞാൽ ആർ ജി ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ ഇൻറ്റു
ടാൻ തീറ്റ പ്ലസ് മ്യൂ എസ് ഈക്വൽ ടു വി സ്ക്വയർ എന്ന് കിട്ടും. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ ജി ടാൻ തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ ഇൻറ്റു മ്യൂ എസ് പ്ലസ് ടാൻ തീറ്റ ഇൻറ്റു വി സ്ക്വയർ. വി എന്ന് പറയുന്നത് ആർ ജി ടാൻ തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ ഇൻറ്റു മ്യൂ എസ് പ്ലസ് ടാൻ തീറ്റ. വി എന്ന് പറയുന്നതാണ് ഹോൾ റേസ് ടു 1/2 ആയിരിക്കും. ഇതാണ് നമ്മുടെ ബാങ്കിങ് ഓഫ് ഫ്ലൂയിഡ്സിലെ വെലോസിറ്റീൻ്റെ ഇക്വേഷൻ. അപ്പം ഈ ഇക്വേഷൻ എല്ലാവരും ഓർത്തിരിക്കുക. ഇത് നമുക്ക് വേണ്ട ഇക്വേഷനാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ബാങ്കിങ് ഓഫ് ഫ്ലൂയിഡ്സിൽ പഠിക്കാനുള്ളത്. ഈ ഇക്വേഷൻ കാണാപ്പാഠം പഠിക്കുന്നത് ടഫായതുകൊണ്ടാണ് ഇതിൻ്റെ ഡെറിവേഷൻ കൂടി പറഞ്ഞു തന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക, പഠനം തുടരുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.